Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, miss. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തെത്തിയത്? അക്രഡിറ്റേഷന്റെ വൈ അക്രഡിറ്റേഷൻ വരെയല്ലേ എടുത്തത്? Yes, miss. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആയില്ലല്ലോ. Last point. ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ എന്താണ് വൈ അക്രഡിറ്റേഷൻ? എന്തുകൊണ്ടാണ് അക്രഡിറ്റേഷൻ, എന്തിനു വേണ്ടി എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞ, എൻഷുർ എ ക്വാളിറ്റി ഇൻഡെക്സ് ഫോർ ഹെൽത്ത് കൺസ്യൂമേഴ്സ്. ആരോഗ്യ ഉപഭോക്താക്കൾക്കായി ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു സൂചിക അല്ലെങ്കിൽ ഒരു സൂചകം നമുക്ക് അക്രഡിറ്റേഷൻ വഴി കൊടുക്കാൻ പറ്റും അല്ലെ. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന നിലയ്ക്ക് നമുക്ക് മറ്റുള്ളവർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അതിനു വേണ്ടി വരുന്ന ഉപഭോക്താക്കൾക്ക് ആ ഒരു ക്വാളിറ്റി അവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് അവിടെ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് ഹോസ്പിറ്റൽ, ഒത്തിരി നമ്പർ ഓഫ് ഹോസ്പിറ്റൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനനുസരിച്ച് ഒത്തിരി ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ പറയുന്ന അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ ബോഡികളുമായിട്ട് സമീപിച്ചുകൊണ്ട് അവരുടെ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഹെൽത്ത് സർവീസുകളുടെ വിതരണം എങ്ങനെയായിരിക്കണം, ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ഗുണനിലവാരം നിലനിർത്താൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ പ്രോട്ടോകോൾസ് എല്ലാം വളരെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നല്ല മാനദണ്ഡങ്ങളോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അവരിങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ബോഡികളെ സമീപിക്കുന്നതും ഈ അംഗീകാരം ലഭ്യമാക്കുന്നതും. അത് അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു പ്രശസ്തി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഈ പറയുന്ന അക്രഡിറ്റേഷന് വേണ്ടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്, മുന്നിട്ട് ഇറങ്ങുന്നത്. കാലത്തേക്കാളും ഇപ്പൊ ഒത്തിരി ഹോസ്പിറ്റലുകൾ വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് അട്രാക്ട് ഫോറിൻ പേഷ്യൻസ്. വിദേശ രോഗികളെ നമുക്ക് ഇതിലൂടെ ആകർഷിക്കാനായിട്ട് സാധിക്കും. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് വിദേശികളോട് എന്ത് ചെയ്യാം, അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്, ഇവിടെ ഇന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള സർവീസുകളാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എന്ന് പറഞ്ഞ് അവരെ ആകർഷിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഇതിലൂടെ കിട്ടുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞത് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ക്വാളിറ്റി അഷുറൻസ് ആണ്. അതായത് ഗുണനിലവാരം നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അത് എത്ര ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിൽ കിട്ടും എന്നുള്ളത് ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള ക്വാളിറ്റി അവിടെ ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ക്വാളിറ്റി അഷുറൻസ് ചെയ്യുക അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നത് ഹെൽപ്സ് ഇംപ്രൂവ് എന്തൊക്കെ കാര്യങ്ങളിലാണ് അത് സഹായകമാകുന്നത്, ആ ഒരു സ്ഥാപനത്തിന്റെ ഫലപ്രാപ്തിയിൽ അല്ലെ, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കാര്യക്ഷമതയും ഫലപ്രാപ്തിയും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, ചിലവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഈ പറയുന്ന സ്ഥാപനം അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും ശരിയായ രീതിയിൽ ഏറ്റെടുത്തു നടത്താനായിട്ടും ഈ ഒരു ക്വാളിറ്റി അഷുറൻസ് വഴി അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് വഴി സാധിക്കുന്നുണ്ട്. ആ നീഡ് ടു റെഡ്യൂസ് എറേഴ്സ്, എന്തെങ്കിലുമൊക്കെ പിശകുകൾ ഉണ്ടെങ്കിൽ ഇവിടെ പല സംവിധാനങ്ങളുമായിട്ടും അവർക്ക് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് ഇൻക്രീസ് സേഫ്റ്റി ഇൻ ദ സിസ്റ്റം. അവർ കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളിലും ആ ഒരു സുരക്ഷ നമുക്ക് കുറച്ചും കൂടി വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലൂടെ ആ സ്ഥാപനത്തിന്റെ ഫലപ്രാപ്തി, കാര്യക്ഷമത, അതുപോലെ ചിലവ് നിയന്ത്രിക്കൽ, കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പല പിശകുകൾ അല്ലെങ്കിൽ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം പല സംവിധാനങ്ങളുടെയും സുരക്ഷയിൽ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ്, ദ പ്രോസസ് ഓഫ് അക്രഡിറ്റേഷൻ ഈസ് envisaged to result in a process of fundamental change in technical procedures of service delivery, in the appropriate use of available technologies, in the integration of relevant knowledge, in the resources are used, and in the efforts to ensure social participation. അതായത് ലാസ്റ്റ് പ്രോസസ്, ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്
അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അതായത് ഈ അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈസ് എൻവിസേജ് ടു റിസൾട്ട്. ഇതിന്റെ ഫലത്തിൽ നിന്നും നമുക്ക് എന്താണ് ഇതിന്റെ റിസൾട്ടിൽ നിന്നും മനസ്സിലാവുന്നത്? എൻവിസേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാവുന്നത്? ഇൻ ദ പ്രോസസ് ഓഫ് ഫണ്ടമെന്റൽ ചേഞ്ച്, ഒരു അടിസ്ഥാനപരമായ മാറ്റം ഈ പ്രക്രിയയിലൂടെ പല മേഖലകളിലും ഉണ്ടാവുന്നുണ്ട്. ഒരു അക്രഡിറ്റേഷൻ പ്രക്രിയ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തിലൊക്കെയുള്ള മാറ്റമാണ്? ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ടെക്നിക്കൽ പ്രൊസീജിയേഴ്സ് ഓഫ് സർവീസ് ഡെലിവറി. ആ സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. ആൻഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് അവൈലബിൾ ടെക്നോളജീസ്, നമുക്ക് ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉചിതമായിട്ടുള്ള ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം. ആൻഡ് ഇൻ ദ ഇന്റഗ്രേഷൻ ഓഫ് റെലവന്റ് നോളജ്, പ്രസക്തമായ നോളജ് അല്ലെങ്കിൽ അറിവുകളുടെ ഒരു സംയോജനം. ആൻഡ് ഇൻ ദ റിസോഴ്സസ് ആർ യൂസ്ഡ്, മതിയായിട്ടുള്ള വിഭവങ്ങളുടെ ഉപയോഗം. ആൻഡ് ഇൻ ദ എഫേർട്സ് ടു എൻഷുവർ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, ഒരു സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ മുതലായ കാര്യങ്ങളിലെല്ലാം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഈ പ്രക്രിയയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് നമുക്ക് ഇതിന്റെ ഫലത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? അടിസ്ഥാനപരമായ കുറെ മാറ്റങ്ങൾ ആ ഹോസ്പിറ്റൽ മേഖലയിൽ ഉണ്ടാവുന്നു, അല്ലെ? അപ്പൊ അവരുടെ കൃത്യമായ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റിയും ഒക്കെ അവർ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ നിലനിർത്തണമെങ്കിൽ ഈ പറയുന്ന പോലെ അവർ കൊടുക്കുന്ന സർവീസിന്റെ വിതരണത്തിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്, അല്ലെ? അവർ ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ് അവർക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണോ അത് നല്ല ഉചിതമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും. മൂന്നാമത്തത് നമുക്ക് പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ റെലവന്റ് നോളജിന്റെ ഒരു സംയോജനം അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ, കൃത്യമായ പ്രസക്തമായ നമുക്ക് നോളജ് അല്ലെങ്കിൽ അറിവുകൾ ഉപയോഗിച്ച് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുക. അടുത്തത് എന്താ? അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ആൻഡ് എഫേർട്ട് ടു എൻഷുവർ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, ഇതിലൂടെയൊക്കെ നമുക്ക് ആ ഒരു സമൂഹത്തിന്റെ പങ്കാളിത്തം നമുക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്ന വിധമുള്ള ഒരു അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് ശരിക്കും അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? ആ പോയിന്റ്സ് എല്ലാം ഓക്കെ ആണോ? അത് മൈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗം ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അക്രഡിറ്റേഷൻ അതോറിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നമ്മുടെ അക്രഡിറ്റേഷൻ അതോറിറ്റിയെ കുറിച്ചാണ്. പ്രധാനമായിട്ടും രണ്ട് അതോറിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ നാബിനെ കുറിച്ചും JCയെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ചാപ്റ്റേഴ്സ് അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ പഠിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കഴിയുമ്പോൾ. ഈ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇവിടെ അക്രഡിറ്റേഷൻ അതോറിറ്റി ഇന്ത്യയുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ അതോറിറ്റികളിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് നാബും QCAയും. നാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമാണ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. QCA എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഈ രണ്ടെണ്ണവുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും എക്സ്പാൻഡഡ് ഫോമോ ഷോർട്ട് ഫോമോ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നാബിന്റെയും QCAയുടെയും എക്സ്പാൻഡഡ് ഫോംസ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ നാബിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. നാബ് എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാബുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എല്ലാമില്ല, വളരെ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നു. നാബ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ് എ കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സെറ്റ് അപ്പ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നാബ് എന്ന് പറയുന്നത് നമ്മുടെ QCA ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഘടക ബോർഡായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ
ഗ്രാൻഡ് സെറ്റപ്പ് ടു എസ്റ്റാബ്ലിഷ്, ഇത് എന്തിനു വേണ്ടിയാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ആരോഗ്യ പരിചരണ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനും വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് NAB. NAB എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCAയുടെ ഘടക ബോർഡായിട്ട് സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് NAB എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചിട്ടുള്ളത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് NAB. അപ്പൊ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടി, അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കുകയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് NAB എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഫസ്റ്റ് സെന്റൻസ്? ഓക്കെ ആണോ? രണ്ടാമത്തത്, the board is designed to cater to much desired needs of the consumers and to set benchmarks for progress of the health industry. രണ്ടാമത് പറയുന്നത്, ഈ ബോർഡ് അല്ലെങ്കിൽ NAB എന്ന് പറയുന്ന ഈ ബോർഡ് എന്തിനു വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? to cater to much desired result of the consumers. ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആരോഗ്യ വ്യവസായത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ബെഞ്ച് മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താ ബെഞ്ച് മാർക്സ് എന്ന് പറഞ്ഞാല് മാനദണ്ഡങ്ങൾ തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ തന്നെയാണ് ബെഞ്ച് മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഹെൽത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട് അവരുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ബെഞ്ച് മാർക്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ആഗ്രഹിച്ച ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ബോർഡാണ് NAB എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. NAB എന്ന് പറഞ്ഞാൽ QCAയുടെ കീഴിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു ഘടക ബോർഡായിട്ട് സ്ഥാപിതമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കാനും അത് പ്രവർത്തിപ്പിക്കാനും വേണ്ടി സ്ഥാപിതമായ അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് NAB. ഈ NAB എന്ന് പറയുന്ന ഈ ബോർഡ് എന്താണ് ശരിക്കും എന്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു? ടു കാറ്റർ ടു മച്ച് ഡിസൈർഡ് നീഡ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കളുടെ ആഗ്രഹിക്കുന്ന ആവശ്യകതകൾ, അവർ എന്താകണോ ആഗ്രഹിക്കുന്നത് ആ ആവശ്യകതകൾ നിറവേറ്റി നൽകുന്നതിനും അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഡസ്ട്രി ആരോഗ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട പുരോഗതിക്ക് ആവശ്യമായ ബെഞ്ച് മാർക്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിനു വേണ്ടി സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് NAB എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സും ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ഓക്കെ. അടുത്ത പോയിന്റ്, the NAB is an institutional member of the International Society for Quality in Healthcare. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു പേര് ISQUA ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ പഠിക്കാനുണ്ട്. നമുക്ക് എക്സ്പാൻഡ് ഫോം ചോദിക്കുന്നതാണ്. ISQUA അല്ലെങ്കിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി പറയാം കേട്ടോ. മിസ് ഇത് രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാമേ. അപ്പൊ നോക്കി ISQUA എന്ന് നോട്ട് ചെയ്തേ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ISQUA ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ അല്ലെങ്കിൽ സ്ഥാപക അംഗമാണ് NAB എന്ന് പറയുന്നത്. ഇനി എന്താണ് ISQUA എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ISQUA എന്ന് പറഞ്ഞാൽ is an international body which grants approval to accreditation bodies in the area of healthcare as a mark of equivalence of accreditation programs of member countries. അതായത് ISQUA എന്ന് പറഞ്ഞാല് ഒരു ഇന്റർനാഷണൽ ബോഡിയാണ്. which grants approval. ഇത് എന്തിനുള്ള അംഗീകാരം അല്ലെങ്കിൽ അനുമതിയാണ് നൽകുന്നത്? അക്രഡിറ്റേഷൻ ബോർഡുകൾ, അതായത് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള
അക്രഡിറ്റേഷൻ ബോഡികൾ. ഈ അക്രഡിറ്റേഷൻ ബോഡീസ് എന്ന് പറയുമ്പോൾ നാബ്, QCA പോലെയുള്ള അക്രഡിറ്റേഷൻ ബോഡികൾ അല്ലെ, നമ്മുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് കെയർ മേഖലയിൽ ക്വാളിറ്റി നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് വേണ്ടിയുള്ള അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അനുമതി നൽകുന്ന ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് ISQUA എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ മേഖല ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കുന്നത് നാബ് ആയിരിക്കാം. അപ്പൊ ആ ഒരു നാബിന് അംഗീകാരം വേണ്ടേ അല്ലെ? നാബ് അങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അനുമതി അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ ബോഡിയാണ് ISQA എന്ന് പറയുന്നത്. And is mark of equivalence of accreditation programs of member countries. അപ്പൊ മറ്റ് അംഗരാജ്യങ്ങളിലെ അക്രഡിറ്റേഷൻ എങ്ങനെയാണോ അതിന് തുല്യമായ രീതിയിലുള്ള ഇക്വലന്റ് ആയിട്ട് തുല്യമായ രീതിയിലുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ തന്നെയായിരിക്കും ഇതിന് കീഴിലുള്ള സ്ഥാപനങ്ങളും നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ, ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അംഗീകാരം അല്ലെങ്കിൽ അനുമതി നൽകുന്ന ഇന്റർനാഷണൽ ബോഡിയാണ് ISQUA അല്ലെങ്കിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എന്നറിയപ്പെടുന്നത്. 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നാബുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. നാബ് എന്ന് പറയുന്നത് നമ്മുടെ QCA ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് അല്ലെങ്കിൽ ഒരു ഘടക ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനു വേണ്ടിയാണ് നാബ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായിട്ടാണ് നാബ് സ്ഥാപിതമായിരിക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്രിസ്റ്റീന മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഈ നാബ് എന്ന് പറയുന്ന ബോർഡ് പ്രധാനമായിട്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ആഗ്രഹിച്ചതായിട്ടുള്ള ആവശ്യകതകൾ എന്താണോ അത് നിറവേറ്റി നൽകാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ നാബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് നാബ് എന്ന് പറയുന്നത് ISQAയുടെ ഉള്ളിലെ ഒരു സ്ഥാപക അംഗം കൂടിയാണ്. എന്താണ് ISQA എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നൽകുന്ന ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് ISQA. ക്ലിയർ ആണോ? 5 പോയിന്റ്സും എല്ലാവർക്കും ഓക്കെ ആണോ? അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തതായിട്ട് നമ്മള് പ്രധാനപ്പെട്ട നാബുമായി ബന്ധപ്പെട്ട ISQAയുടെ ഫുൾ ഫോം അതിന് മുകളിലത്തെ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ISQAയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ നാബിന്റെ QCAയുടെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഈ ഭാഗത്ത് കുറച്ചധികം എക്സ്പാൻഡഡ് ഫോമുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും മിസ്സായി പോകില്ല. ഓരോന്നും ഒന്ന് ബെഞ്ച് മാർക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്നാണ് അർത്ഥം. ഓക്കെ. നെക്സ്റ്റ് നാബുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ജനറൽ ആയിട്ട് കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇനി നാബുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് ഇത്രയും ജനറൽ ആയിട്ടുള്ള കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ് കേട്ടോ. നോക്കി, നാബ് സ്റ്റാൻഡേർഡ്സ് പ്രധാനമായിട്ടും 10 ചാപ്റ്റേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. 100 സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും അതിന് കീഴിലുണ്ടാവുക. ഇനി ഇവിടെ 514 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് 651 ആയിരിക്കും അല്ലെ. അപ്പൊ അത് ഓരോ എഡിഷനിലും അതിനുള്ളിൽ വരുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഓരോ എഡിഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുന്നത് കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, ആദ്യത്തെ 2 എണ്ണം നോക്കാം. 10 ചാപ്റ്ററും 100 സ്റ്റാൻഡേർഡും ഉണ്ടാവും. അതിനുള്ളിൽ വരുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സില് നമ്പറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോ എഡിഷനിലും വ്യത്യസ്തമായിരിക്കും. ഇനി ഈച്ച് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് of an expectation or requirement which makes it possible to deliver quality care. ഇനി ഓരോ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു പ്രസ്താവനയാണ്. എന്തിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാ?
ഓഫ് ആൻ എക്സ്പെക്ടേഷൻ ഓർ റിക്വയർമെന്റ്, ഒരു പ്രതീക്ഷയുടെയോ അല്ലെങ്കിൽ ഒരു ആവശ്യകതയുടെയോ ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ശരിക്കും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് which makes it possible to deliver quality care, നല്ല ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നത് സാധ്യമാക്കുന്നതിന് വേണ്ടി, നല്ല ക്വാളിറ്റിയുള്ള കെയർ അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആ ആവശ്യകതയുടെയോ അല്ലെങ്കിൽ ആ പ്രതീക്ഷയുടെയോ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കുമ്പോൾ അത് ആ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഓരോ മാനദണ്ഡങ്ങളും അതിലൂടെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി നമുക്ക് എന്താ മനസ്സിലാവുന്നത്, നല്ല ഗുണനിലവാരം ഉള്ള ആ ഒരു ക്വാളിറ്റി, നല്ല ഗുണനിലവാരത്തിലുള്ള പരിചരണം നൽകാൻ അല്ലെങ്കിൽ അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത് സാധ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ അല്ലെ, ഒരു പ്രതീക്ഷയാണ് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് വഴി നമുക്കത് സാധ്യമാക്കാൻ പറ്റുമോ അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾ നമുക്ക് നിറവേറ്റി നൽകാൻ പറ്റുമോ എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഓരോ മാനദണ്ഡങ്ങളും. ദെൻ ഒബ്ജക്റ്റീവ് എലമെന്റ് ഈ സബ് കമ്പോണന്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്നാണ് കേട്ടോ. നിങ്ങളെ ബുക്കില് ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ, സ്റ്റാൻഡേർഡ് എന്നാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, അല്ല ഇതുപോലെയാണെങ്കിൽ അതൊന്ന് സ്റ്റാൻഡേർഡ് എന്നാക്കിയേക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് എന്നാണോ കിടക്കുന്നേ? ആണോ? സ്റ്റാൻഡേർഡ് തന്നെയാണോ കിടക്കുന്നത്? ഓക്കെ. അപ്പൊ എല്ലാ ഒബ്ജക്റ്റീവ് അല്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാം, ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. നമുക്കറിയാം ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്ന സബ് കമ്പോണന്റ് അല്ലേ, അല്ലെങ്കിൽ ഉപഘടകമാണ് അല്ലെ, നമ്മുടെ സബ് കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ ഏറ്റവും മുകളിലായിരിക്കുന്നത് എങ്ങനെയാ? ചാപ്റ്റർ അല്ലെ, അതിന്റെ അടിയില് സ്റ്റാൻഡേർഡ്സിന് കീഴില് ഏതാ വരുന്നേ? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെ, ആണോ? മറന്നുപോയോ പഠിച്ചൊക്കെ? 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിന് കീഴിൽ 100 സ്റ്റാൻഡേർഡ്സ് വരും, അതിന് കീഴിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരും. അപ്പൊ സ്റ്റാൻഡേർഡിന് കീഴിലുള്ള സബ് കമ്പോണന്റ് അല്ലെങ്കിൽ ഉപഘടകങ്ങളാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ബ്രീഫ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ 10 സ്റ്റാൻഡേർഡ് ഉണ്ട്, 10 ചാപ്റ്റർ ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിന് കീഴിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്. ഈ ഓരോ ഒബ്ജക്റ്റീവ് എലമെന്റ്സും സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്ന സബ് കമ്പോണന്റ്സ് അല്ലെങ്കിൽ ഉപഘടകങ്ങളാണ്. ഇനി ഓരോ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റാൻഡേർഡ്സും എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്. എന്തിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്? ഓഫ് ആൻ എക്സ്പെക്ടേഷൻ ഓർ റിക്വയർമെന്റ്, എന്തെങ്കിലും കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാവാം അല്ലെ, അല്ലെങ്കിൽ ഒരു ആവശ്യകതയാവാം. അതായത് മേക്ക് ഇറ്റ് പോസിബിൾ ടു ഡെലിവർ ക്വാളിറ്റി കെയർ. നമുക്ക് ഏതൊരു മേഖലയാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എന്തെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എടുക്കുക. അപ്പോ കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് എടുക്കുകയാണ്. ആ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പരിചരണം ആ പേഷ്യൻസിന് നൽകാൻ സാധിക്കുമോ അല്ലെ, ആ ഒരു സാധ്യതയുള്ളതിന്റെ ആ ഒരു പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഇന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ആവശ്യമുള്ളത് ഇന്നതാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഓരോ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട 5 പോയിന്റ്സും തിരുത്താനുള്ളതൊന്ന് തിരുത്തി വെക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് ആക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവില്ല. ഇനിയിപ്പോ എങ്ങാനും ചോദിക്കുകയാണ് എന്തിന്റെ സബ് കമ്പോണന്റ് ആണ് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്തതായിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ്, അതായത് പേഷ്യന്റ് സെന്റേർഡ് എന്നാണ്. ഇവിടെ പേഷ്യന്റ് സെന്റേർഡ് എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പേഷ്യന്റ് സെന്റേർഡ് എന്നാണ്. ശരിയായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്, അതായത് ഇതിനുള്ളിൽ എന്തൊക്കെയാ പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളതാണ് ഇതിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിലൊന്നാമത്തത്, എല്ലാം പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ടവ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലൊന്നാമത്തതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC സ്റ്റാൻഡേർഡ്സ് അല്ലെ. ഇത് ജസ്റ്റ് നമ്മൾ പേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെ, ഡിപ്ലോമയില് ജസ്റ്റ് പേര് മാത്രമല്ലേ പഠിച്ചിരുന്നുള്ളൂ, എക്സ്പാൻഡഡ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. അതിനുള്ളിൽ എന്തൊക്കെയാ വരുന്നത് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മളിവിടെ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ AAC സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ കൂടുതലും കവർ ചെയ്യുന്ന ഏരിയാസ്, ഈ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് കവർ ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ നോക്കി അവിടെ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് അസസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ് അല്ലെ. നമുക്ക് അതിലേക്ക് ഒരു പ്രവേശനം നേടുക എന്നുള്ളതല്ലേ അസസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് അവിടുത്തെ കെയർ വേണം, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സർവീസ് വേണമെങ്കിൽ നമുക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എന്താ ചെയ്യണ്ടേ? ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. ആദ്യം എന്ത് ചെയ്യണം? നമുക്കൊരു സർവീസ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്കൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർവീസ് എടുക്കണം. നമ്മൾ ആദ്യം അതിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ചെയ്യും അല്ലെ. രജിസ്ട്രേഷൻ ചെയ്യും. അപ്പൊ നമ്മൾ അതിലേക്ക് എന്താക്കി? പ്രവേശിച്ചു അല്ലെ. നമ്മൾ ആ സർവീസിലേക്ക്, അവരുടെ സർവീസിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പ്രവേശിച്ചു. ഇനി പ്രവേശിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ അസസ്മെന്റ് നടത്തണം, നമ്മുടെ വിലയിരുത്തൽ നടത്തണം. ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ, എന്താണോ, നമുക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുത്ത് എങ്ങനെയാണ് അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അവിടെ എന്താകും? തിരിച്ചു വീട്ടിലേക്ക് പോരുമോ, അത് അവിടെ അഡ്മിറ്റ് ആവുമോ? അഡ്മിഷൻ എടുക്കും അല്ലെ. അപ്പൊ രണ്ടാമത്തത് കിട്ടിയില്ലേ? അപ്പൊ അസസ് ചെയ്യുക, അസസ്മെന്റ് നടത്തുക. അപ്പൊ നമ്മൾ അവിടെ അഡ്മിറ്റ് ആയി നമ്മളെ കൂടുതൽ ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസും ഒക്കെ നടത്തി നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവര് അസസ്മെന്റ് നടത്തുന്നു അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നു. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് കെയർ ആവശ്യമായിട്ടുള്ള പരിചരണം നമുക്ക് കൊടുക്കാൻ ആ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങളില്ല എന്ന് വെച്ചാൽ ആ പേഷ്യന്റ് എന്താ ചെയ്യാപ്പോ? ആ ഹോസ്പിറ്റലിൽ തന്നെ തുടരാൻ അനുവദിക്കോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യോ അല്ലെ. റെഫറൽ കൊടുക്കും അല്ലെ. ട്രാൻസ്ഫർ ചെയ്യും. റെഫറൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂടുതൽ നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇല്ലേ. അപ്പൊ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയിട്ടല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ഡിസ്ചാർജ് ആക്കിയിട്ടല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. അപ്പൊ അസസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. രജിസ്ട്രേഷൻ ചെയ്യുന്നു. അസസ്മെന്റ് നടത്തണമെങ്കിൽ നമ്മൾ അവിടെ അഡ്മിറ്റ് ആവണം. ഇനി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ട്രീറ്റ്മെന്റ് മതിയാവുന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി നല്ല ലെവലിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്യും, ഒരു റെഫറൽ ലെറ്റർ തരും, നമ്മളെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സുകളെല്ലാം എന്തിന് ഈ ഒരു ഗ്രൂപ്പില് കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അത് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? And are properly taken care of using the patient administration system PAS module of an HMIS. എന്താണ് HMIS? ഇത് പഠിച്ചതല്ലേ? HMIS പഠിച്ചിരുന്നില്ലേ? മറന്നുപോയോ? ഡിപ്ലോമയിൽ പഠിച്ചതൊക്കെ. എന്താണ് HMIS എന്ന് പറഞ്ഞാല്? ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചിരുന്നോ? ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് അതിലെ PAS മോഡ്യൂൾ എന്ന് പറഞ്ഞ? ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ? ആണോ? ഒരു സോഫ്റ്റ്വെയർ അല്ലേ ഇത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അതെ, ഇപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടാവും, അവരുടെ രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഈ പറയുന്ന HMIS-ന് കീഴിലുള്ള ഈ PAS മോഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ പേഷ്യൻസിന് നൽകുക എന്നതാണ് ഈ ഒരു AAC സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? അത് ഒന്നാമത്തത് ഓക്കെ ആണോ? അതിന്റെയും എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. AAC സ്റ്റാൻഡേർഡ്സിന്റെ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണെന്ന് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഇനി പറയണോ? അത് ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തത് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRE, patient rights and education standards related to concern recording or achieving are an important constraint of this group and the application to making them available across time and space. അതായത് ഇവിടെ patient rights and education എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. നമുക്കൊരു കൺസേൺ ഫോമുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട് അല്ലെ.
എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്? ഒരു പുതിയതായിട്ടൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർജറി നടത്തുമ്പോഴോ അല്ലെ, അങ്ങനെ എന്തൊരു പുതിയതായിട്ടുള്ള കാര്യങ്ങള് ആ പേഷ്യന്റിന് ഇപ്പൊ ഒരു ഡയഗ്നോസിസ് വേണമെങ്കിലോ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തൊരു കാര്യത്തിനും ആ പേഷ്യന്റിന്റെ റൈറ്റ് ആണ്, അവരുടെ അവകാശമാണ്. അപ്പൊ അവർക്ക് കുറെ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, അവരുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അങ്ങനെയുള്ള എല്ലാ റൈറ്റ്സും എഡ്യൂക്കേഷൻ അവർക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം. ആര് കൊടുക്കണം? ആ സ്ഥാപനം കൊടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് അവരുടെ വേണ്ടതും സമ്മതപത്രങ്ങൾ എന്ത് ചെയ്യണം, സമ്മതം രേഖപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദിസ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കൺസേണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്റ്റാൻഡേർഡിനുള്ളിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ആ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. കൃത്യമായിട്ട് റെക്കോർഡായിട്ട് സൂക്ഷിക്കണം. ഇനിയിപ്പോ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ, ഇല്ലേ? റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ആര് തരേണ്ടതുമാണ്? ആരാ തരേണ്ടത്? അതിനുള്ള അവകാശം നമുക്കുണ്ട് ഇല്ലേ? നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാ തരേണ്ടത്? നമുക്ക് ആവശ്യപ്പെടുമ്പോ ആ ഹോസ്പിറ്റലുകാര് അല്ലെ, മേക്കിംഗ് ദം അവൈലബിൾ അക്രോസ് ടൈം ആൻഡ് സ്പേസ് അല്ലെ, ഏത് സമയത്തും ഏത് സ്ഥലത്തും നമുക്കത് ലഭ്യമാക്കി തരേണ്ടതും ഇവരുടെ കടമ തന്നെയാണ്. ഹോസ്പിറ്റൽ റെസ്പോൺസിബിലിറ്റി ആണത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ആ പേഷ്യന്റിന്റെ റൈറ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അവരെപ്പോഴും ഏത് സമയത്തും ഇത് ആവശ്യപ്പെട്ടാലും അത് അവർക്ക് ലഭ്യമാക്കി നൽകാനും ഈ ഒരു സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്യും. പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്നത് പേഷ്യൻസിന് ഓരോ കാര്യങ്ങളിൽ നിന്നും സമ്മതം രേഖപ്പെടുത്തുക, അത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡായിട്ട് സൂക്ഷിക്കുക. അതുപോലെ ഇപ്പൊ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഹിസ്റ്ററി മുതലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം അവരെപ്പോൾ എവിടെ നിന്ന് ചോദിച്ചാലും എപ്പോഴും ഏത് സമയത്തും അവർക്ക് ആവശ്യപ്പെട്ടാൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ആ ഹോസ്പിറ്റൽ നൽകണമെന്നത് ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് കെയർ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ COP, കെയർ ഓഫ് പേഷ്യൻസ് ബൈ using specialty specific clinical form sets that ICT ensures standardized delivery of clinical care across all locations and department of a hospital. അതായത് ഇവിടെ നമ്മൾ കെയർ ഓഫ് പേഷ്യൻസിൽ ഉദ്ദേശിക്കുന്നത് യൂസിങ് സ്പെഷ്യാലിറ്റി സ്പെസിഫിക് ക്ലിനിക്കൽ ഫോം സെറ്റ്സ്. അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ ഒരു ഫോം ഉണ്ട്, അതായത് ഒരു കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ കൺസൾട്ടേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുൻപോ അവരത് ഉപയോഗിച്ച് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്. അതായത് പേഷ്യൻസ് ഇപ്പൊ ആ ഒരു അപേക്ഷ ഒരു ഫോം സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ ഉണ്ടാവും അത്. അതായത് ഇപ്പൊ അവർ പറയാറില്ല, ഇപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര നാളായിട്ട് കഴിക്കുന്നു, ഇനി വേറെ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ നിന്ന് അവർ കളക്ട് ചെയ്യാറില്ലേ ഒരു കൺസൾട്ടേഷൻ സമയത്ത്, അല്ലെങ്കിൽ അതിന് മുൻപോ കളക്ട് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ചെയ്യാറില്ലേ? ഉണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണം ആ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ അതാണ് ശരിക്കും ക്ലിനിക്കൽ ഫോം സെറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് രൂപേണ അവർക്ക് കൊടുത്ത് അതിൽ നിന്നും അവരുടെ റിപ്ലൈ കിട്ടുന്നതിനനുസരിച്ച് അത് അസസ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വിലയിരുത്തി കഴിഞ്ഞ് നമ്മുടെ പരിശോധനകളിലൂടെയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ICT ensures standardized delivery of clinical care across all locations and department of a hospital. അതുപോലെ ICT എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയലുകൾ. അപ്പൊ നമുക്ക് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ട്രയലുകളും നടത്തി അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പരിചരണം എങ്ങനെ സാധിക്കും, അതായത് ആ ഒരു നല്ല വിതരണം കെയർ അല്ലെങ്കിൽ നല്ല പരിചരണത്തിന്റെ ആ ഒരു നല്ല പരിചരണം എല്ലാ മേഖലയിലും ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ലൊക്കേഷൻസും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലൂടെയും അവർക്ക്
എന്നത് ഉറപ്പാക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. അതായത് അവിടെ പേഷ്യൻസ് ഒരു വരുന്ന പേഷ്യൻസിനോ അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനം കിട്ടണമെങ്കിൽ ഇതുപോലെ അവരിൽ നിന്നും പല ക്വസ്റ്റ്യൻസും ചോദിച്ച് അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് നല്ല രീതിയിൽ വിലയിരുത്തുക. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള ക്ലിനിക്കൽ ട്രയലുകളും ചികിത്സാപരമായ പല ട്രയലുകളും നടത്തി അതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ്. അതായത് ഇപ്പൊ അവർക്ക് ഒരു പരിചരണം കൊടുക്കണമെങ്കിൽ ഒരു വർക്ക് ഫ്ലോ വേണം. അതായത് ഒരു പേഷ്യന്റ് ഇനിഷ്യലി നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് മുതൽ അവർ ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ തയ്യാറാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം എന്തായിരിക്കും അവരുടെ ഫസ്റ്റ് അവരെന്തായിരിക്കും അവിടെ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം അവരെന്തായിരിക്കും രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അഡ്മിഷൻ ആക്കണമെങ്കിൽ അഡ്മിഷൻ ആക്കി അവർക്ക് ആവശ്യമായുള്ള അസസ്മെന്റുകൾ നടത്താണ് അല്ലെ. നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ടാവും, പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്ത് നോക്കും അല്ലെ, ഡയഗ്നോസിസ് ചെയ്ത് നോക്കും, രോഗനിർണയവുമായി ബന്ധപ്പെട്ട പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ആസൂത്രണം ചെയ്യും, കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും, അവരിൽ നടപ്പിലാക്കും. അതിനുശേഷം അവരെ മോണിറ്ററിങ് ചെയ്യും അല്ലെ. ഈ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് ഫലപ്രദമാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കും. അതിനുശേഷം നമ്മൾ ഫോളോ അപ്പ് കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ ഇത് കൃത്യമായിട്ട് അവരുടെ പൂർണ്ണമായിട്ടും അവർക്ക് നല്ല പരിശീലനം കിട്ടും. അങ്ങനെ ഫോളോ അപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോയിലൂടെയല്ലേ അവരുടെ പരിശീലനം നടക്കുന്നത് അല്ലെ. ഒരു കൃത്യമായ ഓരോ ഘട്ടങ്ങളും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ തയ്യാറാക്കി അതിനനുസരിച്ചായിരിക്കണം അവർക്ക് കൊടുക്കുന്ന പരിചരണം നൽകേണ്ടത് എന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഒരു പേഷ്യന്റ് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇനിഷ്യൽ ആയിട്ടുള്ള ആ ഒരു അഡ്മിഷൻ മുതൽ അവർ ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയുള്ള അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അവരിൽ നിന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ഒരു പരിചരണം അവർക്ക് ലഭ്യമാക്കി നൽകുക എന്നതാണ് കെയർ ഓഫ് പേഷ്യന്റ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഓക്കെ ആണോ? COP ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് വരുന്നതാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അല്ലെങ്കിൽ MOM. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നീഡ് അസിസ്റ്റൻസ് വൈൽ ചൂസിംഗ് എ മെഡിക്കേഷൻ ഫ്രം a large list of medication available with respect to drug interaction and individual sensitivity. Develop electronic medication administration reconciliation module. അതായത് ഇവിടെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹെൽത്ത് കെയർ പേഴ്സൺസിന് നമുക്ക് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് മെഡിക്കേഷൻ ലിസ്റ്റുകളുണ്ട്, മരുന്നുകളുണ്ട്. ഒരു ലാർജ് നമ്പർ ഓഫ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ചിലപ്പോൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായം ആവശ്യമായിട്ട് വന്നേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാർജ് ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ നിന്നും ഈ പറയുന്ന ആ പർട്ടിക്കുലർ രോഗിക്ക് ചിലപ്പോൾ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാവും അല്ലെ. ഡ്രഗുമായിട്ട് ഇടപെടൽ നടത്തുമ്പോൾ ചിലപ്പോൾ അവർ ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവും, ചിലർക്ക് അലർജി കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ, ബുദ്ധിമുട്ടുകൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരാറുണ്ട്. അതുപോലെ മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സെൻസിറ്റിവിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ വലിയ ലിസ്റ്റ് ഓഫ് മെഡിസിനിൽ നിന്നും ഏത് മരുന്ന് അവർക്ക് അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കി ആ മരുന്ന് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സഹായം, ഒരു സഹായി അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്പ് ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഇലക്ട്രോണിക്കലി ഉള്ള മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ റിക്കൺസൈൽ മോഡ്യൂള്. ഇലക്ട്രോണിക്കലി നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലിസ്റ്റിൽ നിന്നും അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് അതിനനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ് ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു മോഡ്യൂള് വികസിപ്പിക്കുക എന്നതുകൂടി ഈ ഒരു മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷനിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പൊ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഒരു വലിയ ലിസ്റ്റ് ഓഫ് മെഡിസിൻസിന്റെ ഒരു വലിയ ലിസ്റ്റിൽ നിന്നും ആ രോഗിക്ക് പറ്റുന്നത് അവർ ചിലവർ ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റിയുമായി മരുന്നുമായി ബന്ധപ്പെട്ടിട്ട്
ഇടപെടൽ നടത്തുമ്പോൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലർജി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി അല്ലാത്ത മെഡിസിൻസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ലാർജ് ലിസ്റ്റിൽ നിന്നും ഈ പറയുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവർക്കൊരു സഹായം ആവശ്യമായി വന്നേക്കാം. അപ്പൊ അതിനുവേണ്ടി പറയുന്ന ഇലക്ട്രോണിക്കലി നമുക്ക് പറയുന്ന മെഡിറ്റേഷൻസ് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളുകൾ വികസിപ്പിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അതൊരു ഉപകാരമായിട്ട് അസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. കൃത്യമായിട്ട് അവർക്ക് മരുന്നുകൾ കൊടുക്കുക, അത് ആ പറയുന്ന പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള മരുന്നുകളായിരിക്കണം, അതിനവർക്ക് സഹായകമായിട്ടുള്ള കാര്യങ്ങൾ വികസിപ്പിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? MOM റിപ്ലൈ ചെയ്തേ. ഓക്കെ, അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇത് വേറെ എക്സ്ട്രാ ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്തത് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS. ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാല് ഇതിൽ ഉൾപ്പെടുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. മെറ്റീരിയൽസിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ഈ FMS-ൽ വരിക. അതായത് ഇറ്റ്സ് ഇൻക്ലൂഡ് കൃത്യമായിട്ടുള്ള സ്റ്റോർ മാനേജ്മെന്റ്, ടേക്ക് കെയർ ഓഫ് ഓൾ ദ പ്രോസസ്സസ് റിലേറ്റഡ് ടു എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസ് ലൈഫ് സൈക്കിൾ. ഓരോ എക്യുപ്മെന്റ്സിന്റെയും ഡിവൈസുകളുടെയും ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രോസസ്സുകളിലൂടെ അത് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാക്കി നിർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകള്, അതുപോലെ സ്റ്റോറിന്റെ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് മാനേജ്മെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ FMS-ലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇത് അതിന് എക്സ്ട്രാ പേരൊന്നും പറയാനില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുന്ന ചാപ്റ്ററുകളാണ് അല്ലെ. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HR. ഓക്കെ, a standard functionality mapping to an HRM module is an HMIS is necessary to meet these needs standards. അതായത് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റി മാപ്പിംഗ്, ഇതൊരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു മാപ്പിംഗ് നടത്തുന്നതാണ്. അതായത് ഇവിടെ കൃത്യമായിട്ട് ഇപ്പോ ഓരോ സ്റ്റാൻഡേർഡ്സും എങ്ങനെ നമുക്ക് നിറവേറ്റാം അല്ലെങ്കിൽ എങ്ങനെ ഈ സ്റ്റാൻഡേർഡ്സ് നമുക്ക് പാലിക്കാം, അതിനാവശ്യമായിട്ടുള്ള കൃത്യമായ ജീവനക്കാരെ നിയമിക്കുക, അവരിലൂടെ നമുക്ക് പ്രവർത്തനപരമായിട്ടുള്ളൊരു മാപ്പിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓരോ ജീവനക്കാർക്കും അവർ ഇന്ന കാര്യങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. ഈ സ്റ്റാൻഡേർഡ്സ് അവിടെ പാലിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിറവേറ്റി നൽകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവനക്കാരുടെ സ്റ്റാഫുകൾ അവിടെ ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഓരോരുത്തരെയും അതിനു വേണ്ടി നിയമിക്കുക, അവരിലൂടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഇത് റിപ്ലൈ ചെയ്യാതെ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. ഓക്കെ, HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് ഫങ്ഷണാലിറ്റി മാപ്പിംഗ്, അതായത് നമ്മുടെ പ്രവർത്തനപരമായിട്ടുള്ള ഒരു മാപ്പിംഗ് നമുക്ക് എപ്പോഴും ഒരു സ്ഥാപനത്തില് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രവർത്തിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള ആളുകൾ വേണം അല്ലെ, ജീവനക്കാര് വേണം. അപ്പൊ അവര് കൃത്യമായിട്ട് ഈ ഒരു HRM സ്റ്റാൻഡേർഡ് പ്രകാരം കൃത്യമായിട്ട് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് അവരെ പാലിപ്പിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സ് അവിടെ നിറവേറ്റുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകളെ ഓരോ സ്റ്റാഫുകൾക്കും ഇന്ന ജോലികൾ ഇന്ന സ്റ്റാൻഡേർഡില് നിങ്ങൾ ചെയ്തു തീർക്കണം എന്ന രീതിയിൽ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത് ആ പ്രവർത്തനപരമായ എല്ലാ കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു സജ്ജീകരണങ്ങൾ എപ്പോഴും ആ സ്ഥാപനങ്ങളിൽ നിലനിർത്താനാണ് HRM സോഫ്റ്റ്വെയർ HRM സ്റ്റാൻഡേർഡിലൂടെ പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് സ്റ്റാഫുകൾക്ക് അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളെ നിയമിക്കുക, അവർക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായ സ്റ്റാൻഡേർഡുകൾ നിറവേറ്റുന്ന രീതിയിലുള്ള ജീവനക്കാരെ നിയമിക്കുകയും അതിനനുസരിച്ച് സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും വേണം. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS. അതായത് മോഡേൺ HMIS ടേക്ക് കെയർ ഓഫ് ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ കെയർ പ്രൊവൈഡേഴ്സ്, മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് അതർ ഏജൻസീസ് ദാറ്റ് റിക്വയർ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ ഓർഗനൈസേഷൻ
Two important HMIS modules which cover the standards covered in this section are Central Sterilization and Store Department, then module and Biomedical Waste Management module. അതായത് ഇതിൽ പറയുന്നത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ. ഇതില് ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ് കെയർ പ്രൊവൈഡേഴ്സ്, രോഗികൾക്ക് പരിചരണം നൽകുന്ന പ്രൊവൈഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്നു. ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ ദാറ്റ് റിക്വയർ ഡേറ്റ ഇൻഫർമേഷൻ ഫ്രം ദ ഓർഗനൈസേഷൻ. ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്നും ഡേറ്റാസ് ആവശ്യമായിട്ടുള്ള മറ്റ് ഏജൻസികളോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനോ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള HMIS മോഡ്യൂളുകളാണ് ഈ സ്റ്റാൻഡേർഡിൽ കവർ ചെയ്യുന്ന രണ്ടെണ്ണമാണ്. ഒന്നാമത്തേതാണ് സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ CSSD ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അത് തന്നെയാണ് കേട്ടോ. സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ CSSD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോഡ്യൂള്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മോഡ്യൂള്. രണ്ടെണ്ണവും ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് HMIS മോഡ്യൂളുകളാണ്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS എന്ന് പറഞ്ഞാല് ആ പ്രൊവൈഡേഴ്സ്, അതായത് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന, അവർക്ക് പരിചരണം നൽകുന്ന പ്രൊവൈഡേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, അല്ലെങ്കിൽ പാരാമെഡിക്സ് ആവാം, അങ്ങനെയുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ പരിചരണം കൊടുക്കുന്ന ആളുകൾക്ക് ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് ആവശ്യകതയ്ക്കനുസരിച്ച് നൽകുക. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള കൃത്യമായ ഇൻഫർമേഷൻസ്, ഡേറ്റാസ് നൽകുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനവും അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് ആവശ്യമായിട്ടുള്ള മറ്റ് ഏജൻസികൾക്ക് നല്ല രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇതിൽ ഉൾപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട HMIS മോഡ്യൂളുകളാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ കവർ ചെയ്ത രണ്ടെണ്ണമാണ്. ഒന്നാമത്തത് CSSD-യുമായി ബന്ധപ്പെട്ട മോഡ്യൂൾ ആണ്. രണ്ടാമത്തത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മോഡ്യൂളാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രധാനമായിട്ടും രണ്ട് HMIS മോഡ്യൂളിൽ ഇതിൽ കവർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ക്ലിയർ ആണോ? ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താലാണ് രോഗിക്ക് നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ നൽകാൻ സാധിക്കുള്ളൂ. ആ കെയർ കൊടുക്കുന്ന ആരാണോ അത് ആ പ്രൊവൈഡേഴ്സിന് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണമോ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ആ മറ്റ് ഏജൻസികൾ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഏജൻസികൾക്ക് ഇൻഫർമേഷൻസ് ആവശ്യമായി വന്നാൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് HMIS മോഡ്യൂൾ ഈ സ്റ്റാൻഡേർഡിനുള്ളിൽ കവർ ചെയ്യുന്ന രണ്ട് സെക്ഷനുകളാണ് CSSD-യും അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും. ഓക്കെ ആണോ? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഓക്കെ. അടുത്തതാണ് കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ്, CQI. Continuous Quality Management is an intelligent HMIS which is capable of reporting key performance indicators. പഠിച്ചല്ലേ? KPA അല്ലെങ്കിൽ Key Performance Indicators പഠിച്ചില്ലായിരുന്നോ? ഓക്കെ. Key performance indicators ന്റെ സഹായത്തോടു കൂടി assisting achieving the standards mentioned in this section. ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഒരു കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നമ്മളിവിടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എങ്ങനെയാ, ഒരു പ്രാവശ്യം ഒരു അംഗീകാരം കിട്ടിയാലും അവിടെ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഓരോ മേഖലയിലെയും ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് അവിടെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന്, അത് നിറവേറ്റുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയാണ് ആ ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിന്റെ സഹായത്തോടു കൂടി. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്.
ലാസ്റ്റ് വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ROM. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ROM. അതായത് a modern HMI is capable of creating a hierarchy of roles which robust on role-based security rules, thereby ensuring proper accountable hospital management. ഇതിൽ ഉൾപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെ റോം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്കൊരു ഹൈറാർക്കി ഓഫ് റോൾസ് ആണ്. അതായത് ഇവിടെ ഒരു റോളുകളുടെ ഒരു ശ്രേണി നമ്മൾ അവിടെ സൃഷ്ടിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ തിരഞ്ഞെടുത്ത് ആലോചിച്ച് നോക്കിയേ, അവരുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ ലെവലിലല്ലേ നമ്മൾ ഓരോരുത്തരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഒരു കൃത്യമായ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ശ്രേണിയായിട്ടാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി, അവരുടെ കീഴിൽ കുറെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, അവരുടെ കീഴിൽ അവരുടേതായ അസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു ലെവലിലല്ലേ, ഓരോ ലെവലിലുമായിട്ടല്ലേ അവര് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ റോളുകൾ കൊടുത്തിരിക്കുന്നത് ആണല്ലോ അല്ലേ? അല്ലെ? ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ? ഓരോ ഏതൊരു സ്ഥാപനവും അങ്ങനെ തന്നെയാണ് അല്ലെ? അവർക്കൊരു കൃത്യമായ അവരുടെ റോളുകള് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഹൈറാർക്കി റോളിൽ അല്ലെങ്കിൽ ഒരു ശ്രേണിയായിട്ടാണ് അവരെ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻസ് കൊടുത്ത് ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ അവരുടെ ഓരോ പങ്കാളിത്തങ്ങളും അല്ലെങ്കിൽ അവരുടെ ഓരോ റോളുകളും കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ ആ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് അവരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുക എന്നതാണ് ശരിക്കും റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ റോമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ റോൾ ബേസ്ഡ് ആയിട്ട് ഓരോരുത്തർക്കും റോൾ ബേസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നൽകുന്നു. അത് കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പ്രകാരം തന്നെ അവരെ കൃത്യമായ രീതിയിൽ അവരത് ചെയ്തു നോക്കി എൻഷുവറിംഗ് പ്രോപ്പർ അക്കൗണ്ടബിൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഇതിലൂടെ നമുക്ക് നല്ല എന്താണ് ഒരു ഹോസ്പിറ്റൽ അക്കൗണ്ടബിൾ ആയിട്ട് നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമുക്ക് അതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തത്തോടുകൂടി ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ റോളുകളും ഹൈറാർക്കികളോട് ഒരു ശ്രേണി പോലെ ഓരോരുത്തരും ജീവനക്കാരെയും അറേഞ്ച് ചെയ്ത് അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് അത് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുകയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ അത്? ഓക്കെ. അടുത്തത് QC. അപ്പൊ ഈ പറയുന്നതിന്റെ എക്സ്പാൻഡഡ് ഫോമുകളും ഷോർട്ട് ഫോം ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണെങ്കിലും റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ആണെങ്കിലും അങ്ങനെയുള്ളതിന്റെ ഒക്കെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും ഒന്ന് അത് നിങ്ങളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലും മതി. ഒരു ബുക്ക് എടുത്ത് ഒരു പേപ്പറിലോ എവിടെയെങ്കിലും ചാപ്റ്റേഴ്സിലുള്ള എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും ഒന്ന് ഒരുമിച്ച് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സമയത്താണെങ്കിലും അത് വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ മറിച്ചൊന്നും നോക്കണ്ടല്ലോ. അങ്ങനെ ഒന്ന് എഴുതി വെച്ച് പഠിച്ചാലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. കാരണം എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും ഒക്കെ ഈ ഭാഗത്ത് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മിസ് പറയുന്നത്. അടുത്തത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ QCAR അല്ലെ? അതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCAയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. The Quality Council of India was established up in 1997. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ഇയർ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. Established up in benefits of NAB ഉണ്ട് അല്ലെ? നിങ്ങളുടെ കയ്യിൽ benefits of NAB കിടപ്പുണ്ടോ? ഓക്കെ, മിസ്സിന്റെ ഇതിൽ ഇല്ലല്ലോ. ഒന്ന് എടുക്കട്ടെ കേട്ടോ, വേറെ നോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലത് മിസ്സിംഗ് ആയിട്ട് കാണിക്കും.
ഓക്കെ, ബെനിഫിറ്റ്സ് മിസ് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം കേട്ടോ. ഇതിലെ നോട്ടിൽ ഇതിൽ കാണുന്നില്ല കേട്ടോ. നെക്സ്റ്റ് മിസ് അടുത്ത ക്ലാസ്സിൽ ബെനിഫിറ്റ്സിലോടേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് എടുത്തിടാനായിട്ട് സമയമില്ലല്ലോ, ഓൾറെഡി 2 minutes അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബെനിഫിറ്റ്സ് വരെയും എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും എടുത്തത് ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ്സ് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ക്ലിയർ അല്ലേ? അതൊന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ലാഭവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതെന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കണം, അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ അത് ചിലപ്പോ മിസ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോ എങ്ങനെയാണ് പോർഷൻസ് ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്ത ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്, വലുതായിട്ടുള്ള വലിയ ചാപ്റ്റർ ആയതുകൊണ്ട്. അപ്പൊ മിസ്സാണ് കണ്ടിന്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല. അതേ വേറെ ടീച്ചേഴ്സ് ആണ് വരുന്നതെങ്കിലും അറിയില്ല എന്ന് പറയരുത്, ഓൾറെഡി പറഞ്ഞതാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ എടുക്കും കേട്ടോ. ഓരോ സ്റ്റാൻഡേർഡ്സും ഇങ്ങനെയാണ്, അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്, ചാപ്റ്റേഴ്സ് ആണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബെനിഫിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.